ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരായ ആരോപണത്തിൽ PV അൻവർ MLA മൊഴിയെടുക്കുകയാണ്. മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ DIGയുടെ നേതൃത്വത്തിലുള്ള മൊഴിയെടുപ്പ് 7 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് അഷ്കർ അലി. PV അൻവർ MLA കയ്യിൽ ധാരാളം തെളിവുകളുമായാണ് ഈ മൊഴിയെടുക്കലിന് പോകുന്നത് എന്നാണ് രാവിലെ പ്രതികരിച്ചത്. ഇപ്പോൾ ഈ മൊഴിയെടുക്കൽ മണിക്കൂറുകൾ നീളുന്നത് എന്തുകൊണ്ടാണ്? സുജയ്, രാവിലെ 11 മണിയോടെയാണ് PV അൻവർ മലപ്പുറം ഗസ്റ്റ് ഹൗസിലെത്തിയത്. 11:10 തന്നെ മൊഴിയെടുക്കൽ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ 7 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക്, പ്രത്യേകിച്ച് ADGP അജിത് കുമാർ, മലപ്പുറം മുൻ SP സുജിദാസ് അടക്കമുള്ളവർക്കെതിരെയുള്ള ഗുരുതര ആരോപണങ്ങൾ PV അൻവർ MLA ഉന്നയിച്ചിരുന്നു. അതിൻ്റെയൊക്കെ തെളിവുകൾ ഇന്ന് അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് PV അൻവർ വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു മൊഴിയെടുക്കൽ പുരോഗമിക്കുന്നത്. തൃശ്ശൂർ DIG തോംസൺ ജോസാണ് മൊഴിയെടുക്കുന്നതും. സ്വാഭാവികമായും 14 കാര്യങ്ങളാണ് PV അൻവർ ഈ പരാതിയിൽ ഉന്നയിച്ചത്. ആ 14 കാര്യങ്ങളിലും തെളിവുകൾ കൈമാറുക, വിവരങ്ങൾ കൈമാറുക എന്നുള്ളത് വലിയൊരു പ്രക്രിയ തന്നെയാണ്. സ്വാഭാവികമായി അതിൻ്റെ ഒരു കാലതാമസമാണ് ഈ മൊഴിയെടുക്കൽ നീളുന്നതിന് കാരണമെന്നാണ് വ്യക്തമാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ADGP അജിത് കുമാറും അതുപോലെ തന്നെ മലപ്പുറം മുൻ ജില്ലാ പോലീസ് മേധാവിയുമായിരുന്ന സുജിദാസിൻ്റെയും സാമ്പത്തിക സ്രോതസ്സുകൾ, അതുപോലെ തന്നെ സ്വർണ്ണ ഇടപാടുകൾ, അതുപോലെ തന്നെ ADGP അജിത് കുമാറിൻ്റെ ഭാര്യയുടെയും അതുപോലെ തന്നെ ഭാര്യ സഹോദരങ്ങളുടെയൊക്കെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം പരിശോധിക്കണമെന്ന് PV അൻവർ ആവശ്യപ്പെട്ടിരുന്നു. സോളാർ കേസിൽ അട്ടിമറി, അതുപോലെ തന്നെ മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ അടക്കം ഫോൺ കോളുകൾ ചോർത്തു നിന്നുള്ള ഗുരുതര ആരോപണം PV അൻവർ MLA ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലിക്കാൻ നിരവധി ആരോപണങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ PV അൻവർ MLA ആ ആരോപണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള തെളിവുകൾ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മൊഴികൾ അന്വേഷണ സംഘത്തിന് കൈമാറുന്നത്. സ്വാഭാവികമായും അതിൻ്റെ ആദ്യഘട്ട മൊഴിയെടുക്കൽ എന്നുള്ള രീതിയിൽ തന്നെ അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായി ഇപ്പോൾ 7 മണിക്കൂർ പിന്നിട്ടിട്ടും ഇപ്പോൾ മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മൊഴിയെടുക്കൽ പ്രക്രിയ പൂർത്തിയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം MLA തന്നെ മാധ്യമങ്ങളെ കണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുമെന്നാണ് നമ്മൾ വിലയിരുത്തുന്നതും. സുജയ.